കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. പ്രതിസന്ധികളിൽ നീ ഭയപ്പെടുമ്പോൾ ലേശവും ഭാരം വേണ്ട യാത്ര തുടരാൻ. പ്രതിസന്ധികളിൽ നീ ഭയപ്പെടുമ്പോൾ ലേശവും ഭാരം വേണ്ട യാത്ര തുടരാൻ. കൺമണി പോൽ നിന്നെ കരുതിടുവാൻ വിശ്വസ്തനായ ദൈവമുണ്ട്, മറന്നിടല്ലേ. കൺമണി പോൽ നിന്നെ കരുതിടുവാൻ വിശ്വസ്തനായ ദൈവമുണ്ട്, മറന്നിടല്ലേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിത് എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. The Lord is my strength. കർത്താവ് എൻ്റെ ബലം ആകുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ പുതിയ ദിനത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതുകൊണ്ട് ആരോഗ്യത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചനായ നന്ദി. പരിശുദ്ധാത്മാവൻ ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബുക്ക് ഓഫ് ഹബക്കുക്ക് ചാപ്റ്റർ 3 verse 19. The Lord is my strength, and he will make my feet like hinds' feet, and he will make me to walk upon mine high places. കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ആമേൻ. നമ്മെ ജീവിപ്പിക്കുന്നവനാണ് ദൈവം. ഒന്നുമില്ലാതിരുന്ന ശൂന്യവേളകളിൽ ദൈവം അത്ഭുതകരമായ വിധത്തിൽ വഴി നടത്തി. ഇപ്പോഴും അങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. തീച്ചൂളയിൽ ഇടപെട്ട എബ്രായ ബാലന്മാരെ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നല്ല അവരെ നടത്തിയത്. അവരോടൊപ്പം തീയിൽ കൂടി നടന്നാണ്. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറവോൻ സൈന്യവും കണ്ട് സ്തംഭിച്ചുപോയ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ കൂടി തന്നെ ദൈവം നടത്തി. ജീവിതത്തിൽ പച്ചയായ താഴ്വരയും കൂരുരുൾ താഴ്വരയും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ കൂരുരുൾ താഴ്വരയിൽ കൂടി ദൈവം കടത്തിവിട്ടാലും ഭയപ്പെടേണ്ട. കാരണം ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. ദൈവം അത്ഭുതകരമായി നമ്മെ വഴി നടത്തുന്ന വിധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, നാം ദൈവത്തിൻ്റെ ആലോചനകളാൽ വഴി നടക്കുന്നു. സങ്കീർത്തനങ്ങൾ 73:24 നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. കർത്താവായ യേശു, നല്ലിടയനായ കർത്താവ് ആരാണെന്ന് രുചിച്ചറിഞ്ഞ
ദാവീദിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന ഗാനമാണത്. ലോകത്തിലുള്ളവരുടെ ആലോചനകൾ നമ്മെ നാശത്തിൽ വീഴ്ത്താം. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിന്റെ വഴികൾ ഏത് പ്രതികൂലങ്ങളിലും നമുക്ക് നേർപാത തെളിയിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ദയ നമ്മെ നടത്തുന്നു. പുറപ്പാടിന്റെ പുസ്തകം 15:13. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി 40 വർഷം യഹോവ ദയയോടെ അവരെ വഴി നടത്തി. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നടക്കുക ദുസ്സഹ്യമാണ്. എന്നാൽ യഹോവയുടെ ദയ അവരുടെ വസ്ത്രം മുഴിഞ്ഞു പോകുവാനോ കാൽ വിങ്ങിപ്പോകുവാനോ ചെരുപ്പ് തേഞ്ഞു പോകുവാനോ അനുവദിച്ചില്ല. ഇന്നും നാം തളർന്നു പോകാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ അനന്ത ദയ ഒന്നു മാത്രമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നടക്കുമ്പോൾ ചെരുപ്പ് തേഞ്ഞു പോകാഞ്ഞതിൻ്റെ കാരണം അവരുടെ കൂടെ ഒരു ബാറ്റ കമ്പനിയും പോകുന്നുണ്ടായിരുന്നു. വചനത്തിലുള്ളതല്ല, ഇത് എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ പറഞ്ഞതാണ്. അവരുടെ വസ്ത്രം മുഷിഞ്ഞു പോയില്ല. കാരണം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വസ്ത്രശേഖരം അവരുടെ കൂടെ പോരുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയുടെ മക്കള് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ഈ അത്ഭുത മന്ത്രി കരുതിയിരിക്കും. ബിക്കോസ് കർത്താവ് കരുതുന്നവനാണ്. മൂന്നാമതായിട്ട് ജയോത്സവമായി വഴി നടത്തുന്നു. യേശുക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും കൂടി ഒരു സ്തോത്രം കൂടെ പറയാം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റുപോകാതെ ദൈവം നമ്മെ നടത്തുന്നു. എവിടെയെല്ലാം നാം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം നമ്മെ മാന്യമായി ഉയർത്തി ജയോത്സവമായി വഴി നടത്തുന്നു. ശത്രുക്കൾ കാണുകയെ വിരുന്നൊരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ ഓരോ നിമിഷവും അത്ഭുതം കണ്ടു തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. നാലാമതായി ദൈവം വഴി നടത്തുന്നത് പ്രശ്നങ്ങളിൽ വഴി നടത്തുന്നു. സങ്കീർത്തനങ്ങൾ 139 9-10 വാക്യങ്ങളിൽ ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ നടത്തും. ജീവിതത്തിൽ ഒരു പ്രശ്നവും തരണം ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു പ്രശ്നവും മുൻപിൽ വരാത്ത മക്കളാരുമില്ല. ഏത് പ്രശ്നം നമ്മുടെ മുമ്പിൽ വലിയ മതിൽ പോലെ വന്നാലും അത് ചാടിക്കിടക്കാനുള്ള അഭിഷേകം ആ സമയത്ത് ദൈവം തന്നിരിക്കും. കഷ്ടങ്ങളുടെ ആരംഭത്തിൽ സഹായിക്കുവാനും തുണയ്ക്കുവാനും ആളുകൾ കാണും. എന്നാൽ പാതി വഴിയിൽ എല്ലാവരും ഇട്ടേച്ചു പോകും. എന്നാൽ കഷ്ടപ്പാടുകളാകുന്ന സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് നിരാശപ്പെടുമ്പോൾ അവിടെ കർത്താവിൻ്റെ കരം വഴി നടത്തും. ഹല്ലേലൂയ. ആരെല്ലാം ഉപേക്ഷിച്ചാൽ, ഇവൻ പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് കർത്താവ് വഴി നടത്തുന്നത് സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 16:13. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. സത്യം തന്നെയായ ഒരേ ഒരു ദൈവമായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവന്റെ ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും സത്യസന്ധതയോടെ പെരുമാറണം. ലോകത്തിൽ ഇപ്പോൾ നമ്മെ നടത്തുവാൻ ദൈവം സൗജന്യമായി നൽകിയ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിന് തന്നിട്ട് പോയിരിക്കുകയാണ്. സഹായകനാണ്. കോൾ ഓൺ ടു ഹിം, കോൾ അപ്പോൺ ഹിം. ഈസ് ദേർ അറ്റ് യുവർ സൈഡ്. ഈ ആത്മാവ് സകലത്തിലും നമുക്ക് തുണ നിൽക്കുന്നു. അതിനാൽ ധൈര്യത്തോടെ പറയാം, പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. The Lord is my strength. കർത്താവിൻ്റെ ബലമാകുന്നു. പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരൻ ഞങ്ങൾക്ക് നൽകിയ വിടുതലിനായി സ്വാതന്ത്ര്യത്തിനായി നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അവൻ ഞങ്ങളുടെ ബലമായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ അവിടുത്തെ ശക്തിയിൽ ഞങ്ങളെ കരുതുന്നതിനായി നന്ദി. കുടുംബമായി ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾ ഞെരുക്കത്തിൻ്റെയും പീഡനത്തിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് നിന്റെ മക്കളായി ഞങ്ങൾ കടന്നു പോകുന്നത്.
അതിൻ്റെ എല്ലാം നടുവിൽ ബലവാനായ അങ്ങ് തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ഭയപ്പെട്ട് പുറകോട്ട് പോകാതെ ഞങ്ങളെ ശക്തീകരിച്ച് മുന്നോട്ട് നയിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന അവസ്ഥകളിൽ, അവരുടെ സ്കൂളും കോളേജിലും അവർ പോകുമ്പോൾ ഒരു ദുഷ്ടശക്തിയും മക്കളുടെ മേൽ കൈവയ്ക്കാതെ, ഒരു ദുഷ്ടശക്തിയും മക്കളെ തട്ടിക്കൊണ്ടു പോകാതെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ജീവിക്കാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾ പലയിടങ്ങളിലായി ജോലിക്കായി, പഠനത്തിനായി പോയിട്ടുണ്ട് കർത്താവേ. അവരെല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെ ബലമായി, അവരുടെ അനുദിന ജീവിതത്തിൽ ശക്തീകരിച്ച് അവരെ ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. അകത്തുനിന്നും പുറത്തുനിന്നും ഇന്ത്യക്കെതിരെ ഉയരുന്ന എല്ലാ ദുഷ്ടന്റെ ആലോചനകൾ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഞങ്ങൾ ആയിരിക്കുന്ന സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, മഹാരാഷ്ട്രയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ബീഹാറിനായി പ്രാർത്ഥിക്കുന്നു, തമിഴ്നാടിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയെല്ലാം പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ അവിടുത്തെ തിരുവചനവുമായി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്റെ വേല ചെയ്യുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവിനെ അവരുടെ മേൽ ഇരട്ടിയായി പകരുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങേ അറിഞ്ഞ് അങ്ങേ രക്ഷകനാഥനുമായി സ്വീകരിച്ച ലക്ഷക്കണക്കിന് മക്കൾ ഇന്ത്യയിലുണ്ടല്ലോ. അവരാരും തന്നെ അങ്ങേ ഉപേക്ഷിച്ച് തിരിച്ചു പോകാതെ അവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങേ സാക്ഷീകരിച്ച് ജീവിക്കാൻ മക്കളെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെ ബലമായിരിക്കുന്നതിനായി സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ കർത്താവേ. ഈ സമയത്ത് രോഗികളായിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും അവിടുന്ന് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. അവിടുന്നാണല്ലോ ഞങ്ങളുടെ മഹാവൈദ്യൻ, അവിടുന്നാണല്ലോ ഞങ്ങളുടെ ഡോക്ടർ. അവിടുന്ന് പൂർണ്ണ സൗഖ്യവും വിടുതലും തന്നിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവ് ഈ ദിവസങ്ങളിലായിട്ട് ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണല്ലോ. ആ കൺവെൻഷനിലൂടെ അനേകർ അങ്ങേ അറിയുവാനും അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ തീരുമാനമെടുക്കുവാനും മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആശ്രയം വച്ചോരെല്ലാം മാറിപ്പോയാലും, ആശയറ്റോനായി ഭൂവിൽ തീർന്നു പോയാലും, ആശ്രയം വച്ചോരെല്ലാം മാറിപ്പോയാലും, ആശയറ്റോനായി ഭൂവിൽ തീർന്നു പോയാലും, പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നിന്നെ ചേർത്തിടുവാൻ. പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നമ്മെ ചേർത്തിടുവാൻ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാക്കത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിത് എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാക്കത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിത് എൻ മനമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. വാക്കു പറഞ്ഞൊരു